എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. അവധിക്കാലമാണ്, ഒപ്പം ആനന്ദത്തിന്റെ നാളുകളാണ്. അടിപൊളി തമാശകളുമായി ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചിരി യാത്ര ഇങ്ങനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്വാഗതം ചെയ്യാം ദി വൺ ആൻഡ് ഓൺലി രമേശ് പിഷാരടി. വെൽക്കം രമേശ് ഏട്ടാ. വെൽക്കം രമേശ് ഏട്ടാ. താങ്ക് യു. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ എപ്പിസോഡുകളിൽ ഇന്ന് വരെ കാണാത്തൊരു പുതുമ. സിനിമയില് വന്ന ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്, ചിരി വിളമ്പുന്നവർ ഇവിടെ എത്താറുണ്ട്. പക്ഷേ ഒരു അധോലോക നായകൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ളതല്ലാതെ അധോലോകത്ത് പ്രവർത്തിക്കുന്ന ആരെയും നമ്മൾ കാണാനോ പരിചയപ്പെടാനോ മിണ്ടാനോ ഒന്നും പറ്റിയിട്ടില്ല. എന്നാല് തന്റെ കൗമാരകാലത്ത് അധോലോകത്ത് ചേരണം, അല്ല PSC എഴുതി ജോലി കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന പോലെ അധോലോകത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ച് കേരളത്തിൽ നിന്നും ബോംബെക്ക് വണ്ടി കയറി അവിടെ കുറെ നാൾ അലഞ്ഞ് അതിനുശേഷം അവിടുന്ന് സിനിമാ മോഹങ്ങളുമായി തിരിച്ചു വന്ന് ഇവിടെ എത്തി ഒരുപാട് സിനിമകളിൽ വലുതും ചെറുതുമായ വേഷങ്ങൾ ചെയ്തു. ഒരുപാട് പരസ്യ ചിത്രങ്ങളുടെ സംവിധായകനായി. ഈയിടയ്ക്ക് വലിമൈ എന്ന അജിത്ത് ചിത്രം തിയേറ്ററിൽ കാണുമ്പോൾ മറ്റാരേക്കാളും കൂടുതൽ എന്ന തിയേറ്ററിൽ നിന്ന് സന്തോഷിച്ച വ്യക്തികളിൽ ഒരാൾ ഞാനാണ്. അങ്ങനെ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലേക്ക് കൂടെ കാലെടുത്ത് വെച്ചിരിക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേതാവ് അധോലോകത്ത് പോകാൻ വേണ്ടി പോയി ഇന്ന് ഫൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിൽ എത്തി നിൽക്കുന്ന ശ്രീ ദിനേശ്. നമസ്കാരം. ഈ പറഞ്ഞതും കേട്ടതൊക്കെ ശരിയാണോ? അല്ല, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു സത്യമാണ്. പോയി എന്നുള്ളത് സത്യമാണ്. തിരിച്ചു വന്നു സത്യമാണ്. അതെന്താ ലക്ഷ്യത്തിൽ എത്താണ്ട് തിരികെ വരാനുള്ള കാരണം എന്താണ്? എത്തി. അധോലോകത്തിൽ ചേർന്നു. എന്തായിരുന്നു അത്? റിയൽ ലൈഫിലല്ല, റിയൽ ലൈഫില്. അങ്ങനെ പറ്റിയ അതേ നടക്കുള്ളൂ. ഞാനിപ്പോ കറന്റ്ലി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആമസോൺ പ്രൈമിന്റെ ഒരു വെബ് സീരീസ് ആണ്, ഹിന്ദി. അതില് ബോംബെയിലെ തന്നെ ഒരു അണ്ടർവേൾഡ് ഡോൺ ആയിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് പോയി, ഒന്നും നടക്കാതെ കറങ്ങിത്തിരിഞ്ഞ് അവസാനം ഇവിടെ എത്തിയെങ്കിലും തിരിച്ച് ബോംബെയിൽ തന്നെ എത്തിച്ച് അവിടെ തന്നെയുള്ള അധോലോകത്തിലെ ഒരു ഡോൺ ആയിട്ട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതെ, ഈ ദിനേശ് ചേട്ടന്റെ ഒരു കാര്യം, നമ്മൾ ദിനേശ് ചേട്ടനെ നമ്മൾ കാണാത്ത പല ടെറൈനുകളും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇപ്പൊ നോക്കൂ, ആമസോണിന്റെ ഫാമിലി മാനിലുണ്ടായിരുന്നു, ഇപ്പൊ വേറെ സീരീസിൽ ചെയ്യുന്നു. അജിത്തിനൊപ്പം വലിമൈ എന്ന് പറയുന്ന പടം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് പരിചയം, തമിഴില് എങ്ങനെയാണ് ആ സിനിമയിൽ എത്തിയെന്ന് വെറുതെ സൗഹൃദം കൊണ്ട് ചോദിച്ചു. പറഞ്ഞു, ഒരു പരിചയമില്ല, അവരെന്റെ ഏതോ സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ചതാണെന്ന് പറഞ്ഞു. അല്ലേ? അതെ, സത്യമായിട്ടും. അങ്ങനെ തമിഴ് ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ഗോഡ് ഫാദറോ മാനേജറോ അങ്ങനെ ഒരു പരിചയമില്ല. എനിക്കങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു തമിഴിൽ പോയി അഭിനയിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു സിനിമ, അത് ഞാൻ ചോദിച്ചു അതേ സിനിമയാണ്. അപ്പോൾ ലുക്കാ ചുപ്പി എന്ന് പറയുന്ന ഒരു സിനിമ മലയാളത്തിൽ, അത് അവരെവിടെ ഓൺലൈനിൽ കണ്ട് പിന്നെ എൻ്റെ നമ്പർ എടുത്ത് വിളിച്ച് അങ്ങനെയാണ് അവിടെ തമിഴിലെത്തിയത്. ഞാൻ രമേശ് വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ മലയാളത്തിലെ ഒരു അന്യസംസ്ഥാന സിനിമാ നടനാണെന്ന് പറഞ്ഞു. കാരണം മലയാളത്തിൽ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തമിഴിലും ഹിന്ദിയിലും ഒക്കെ പോയി അഭിനയിക്കുന്നു. മലയാളി നടനാണ്, പക്ഷെ അവിടെ ഞാൻ അവിടെ അന്യസംസ്ഥാന തൊഴിലാളിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അങ്ങനെ മലയാളത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ 2 വർക്ക് ദിനേശന്റെ കൂടെ ചെയ്തായിരുന്നു. ആ 2 ചിത്രങ്ങളിലും പിവറ്റൽ ക്യാരക്ടേഴ്സ്, അത്രയ്ക്കും കിടിലം കഥാപാത്രം, അതായത് കേന്ദ്ര കഥാപാത്രം. വേറെ വാക്കാണല്ലോ ഉപയോഗിച്ചത്, സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്നാണ് ഞങ്ങൾ സാധാരണ പറയാറ്. ഇതെന്താണിത്? പിവറ്റൽ എന്ന് പറയില്ലേ? പിവറ്റൽ, വൈറ്റൽ ക്യാരക്ടർ എന്നൊക്കെ പറയില്ല, അതിന്റെ ഒരു സാധനമാണ് പിവറ്റൽ. ഇത് സുഹൃത്തുക്കൾ, ഇതൊക്കെ ഞാൻ അറിയുന്നില്ല. ഇങ്ങനെ ഒരു വാക്ക് ഇറങ്ങിയത് നമ്മൾ അറിയില്ല. ദിനേശൻ ഭായ് ചെറിയ വേഷങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതൊന്നും ഒരു വിഷയമല്ല. സിനിമകളിൽ ദിനേശൻ ഭായ് ചെയ്യുന്നത് എപ്പോഴും കഥാപാത്രമായിട്ട് നമുക്ക് തോന്നും. ദിനേശ് ചേട്ടനൊന്നുമില്ല, നല്ല വേഷങ്ങളിൽ കാണുന്നത്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാ കഥാപാത്രത്തിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അതിലൊരു ക്യാരക്ടറെ നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ അഭിനയിക്കുന്ന ഒരു മികച്ച പ്രതിഭയാണ് ദിനേശ് ചേട്ടൻ. അല്ലാതെ ഒന്നും ഈ വലിമയുടെ ഡയറക്ടർക്ക് തമിഴ്നാട്ടിൽ ആളില്ലാഞ്ഞിട്ടോ കേരളത്തിൽ നിന്ന് വേറെ നടന്മാരില്ലാഞ്ഞിട്ടോ ഒന്നും ഭാഗ്യം കൊണ്ട് എന്ന് നമ്മളങ്ങനെ വെറുതെ പറഞ്ഞ് എല്ലാ ക്രെഡിറ്റും കൂടെ ഭാഗ്യത്തിന് കൊടുക്കാവുന്ന ഒരു കരിയർ അല്ല ദിനേശ് ചേട്ടനുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും എല്ലാം ആ കരിയറിന്റെ പിന്നിലുണ്ട്. ഇന്ന് പോലും അദ്ദേഹം പറഞ്ഞു, ബോംബെയിൽ ഷൂട്ടിങ്ങിനിടയിൽ നിന്നാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിലേക്ക് എത്തിയത്. വളരെ നന്ദി ഈ അവസരത്തിൽ ദിനേശ് ചേട്ടനോട് അറിയിക്കുന്നു. നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ പെർഫോമൻസുമായിട്ട് എത്തുന്നു മിനി ആർ പിള്ളൈ ഫ്രം എറണാകുളം.
ചേച്ചി സുഖായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. മിനി ചേച്ചി എവിടെന്നാ വരുന്നേ? ഞാൻ എടപ്പള്ളിയിൽ നിന്ന് വരുന്നു. എടപ്പള്ളി, എറണാകുളം തന്നെയാണ്. എറണാകുളം തന്നെ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണോ, വർക്കിംഗ് ആണോ? ഇപ്പൊ ഹൗസ് വൈഫാണ്. ആ. ഞാൻ കുറച്ച് കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യുന്നു. ആ, പക്ഷെ എല്ലാം അകത്തോട്ട് പോയി, പുറത്തോട്ടൊന്നും വന്നില്ല. ഒരെണ്ണേ വന്നുള്ളൂ. ആ പുറത്തോട്ട് വന്നത് ഏതാണ്? പുറത്തോട്ട് വന്നത് ഞാൻ ഒരു ഷോർട്ട് ഫിലിം തിരക്കഥ എഴുതി അത് ഷോർട്ട് ഫിലിം ആക്കി. ആ വെരി ഗുഡ്. എന്തായിരുന്നു അതിന്റെ പേര്? ഇല്ലത്തച്ഛൻ. ഇല്ലത്തച്ഛൻ. ആ, യൂട്യൂബിലുണ്ട്. ആ നമ്മള് സാധാരണ ഇല്ലത്തമ്മ കേട്ടിട്ടുള്ളതാണ്. അതെ അതെ, എന്റെ പിള്ളേരൊക്കെ എന്നെ അങ്ങനെ വിളിക്കുന്നത് ഇല്ലാത്തച്ഛൻ. ഒന്നുമില്ല, കാശില്ല, പഴയ പോലെ പ്രതാപമില്ല. കോവിഡ് വന്നോടുകൂടി ഒരു ഇല്ലാത്തച്ഛനായി മാറിയ ആളാണ് ഞാൻ. എന്താ അകത്തോട്ട് പോയ കലാസൃഷ്ടികൾ ഏതൊക്കെയായിരുന്നു? അത് ജനുവരി 14, 2017 ഒരു ആൽബം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാട്ടുകൾ എഴുതി. ഓ, അത് പ്രൊഡ്യൂസ് ചെയ്തു, ആൽബം പുറത്തിറങ്ങി. പക്ഷേ പുറന്നോട്ട് പോയില്ല. അത് നേരെ തിരിച്ച് അകത്തോട്ടങ്ങ് കയറി. അത് അറിയപ്പെട്ടില്ല. അതാണ് സത്യം. അറിയപ്പെട്ടില്ല. അത് കുറെ ശ്രമിക്കുമ്പോഴേ അങ്ങനെയൊക്കെ അറിയപ്പെടുകയൊക്കെ ഉള്ളൂ അല്ലെ. നമ്മളിപ്പോ യാദൃശ്യമായിട്ടാണ് കഥകൾ പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെയൊക്കെ കഥകളിൽ അറിയപ്പെടാത്ത കഥകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതെ അതെ അതെ. അപ്പൊ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യൂ. ഓക്കെ. ഓക്കെ. എന്റെ പേര് MRP. ഈ തടസ്സം എല്ലാവർക്കും ഒരു തടസ്സം തന്നെയാ. എനിക്കും കിട്ടി ചില തടസ്സങ്ങൾ. അതിനെപ്പറ്റിയുള്ള കരയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. വേറൊന്നും കൊണ്ടല്ല, വൺസ് അപ്പോൺ എ ടൈം എന്ന പ്രോഗ്രാം ഞാനും എൻ്റെ രണ്ടമ്മമാരും സ്ഥിരമായി കാണുന്നതാണ്. രണ്ടമ്മമാരെന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ വലത്തിൻ്റെ അമ്മയും ഒന്ന് എൻ്റെ അമ്മയും. വലത്തെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അമ്മയാണേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ, എടി നിനക്ക് ഈ പരിപാടിയിലൊക്കെ ഒന്ന് പോവരുതോ? ഞാൻ അന്തം വിട്ടുപോയി. ഈ അമ്മ എന്താ ഈ പറയുന്നതെന്ന്. അമ്മോ, ഞാൻ പോണോ? നീ പോണം. നീ പോയിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് പോവാൻ. അവിടെ ചെന്നിട്ടേ ആ പിഷാരടിയെ ഒന്ന് കാണണം നേരിട്ട്. ശരി, അമ്മമാരുടെ ആഗ്രഹമല്ലേ, തകർത്തു കൊടുക്കാം. ഞാൻ ശ്രമിച്ചു, പാഴായില്ല കേട്ടോ. എന്നെ കൂടെ അവര് അംഗീകരിച്ചു. അങ്ങനെ ഇന്നെ ഷൂട്ട് അറിയിക്കും, അപ്പം റെഡി ആയിരുന്നോണോന്ന് എന്നോട് പറഞ്ഞു. സന്തോഷം കൊണ്ട് വയ്യ, മതിമറന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന് വലിയൊരു വയറും ബാഗൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ചു. കൈ കിട്ടിയതെല്ലാം അങ്ങ് നിറച്ചു. വയറല്ല, ബാഗ്. അപ്പോഴാണ് ഇനി ഒരു തടസ്സമൊന്നും വരല്ലേ എന്ന് മനസ്സിലങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുമ്പോഴാ വരുന്ന് അമേരിക്കയിൽ കുട്ടനമ്മാവനും കുടുംബവും. ഓ, ഞാൻ അന്തം വിട്ടു നിന്ന് നോക്കിയപ്പോഴേ കരിക്കലം പോലെ പോയവരൊക്കെ പളുങ്കുപാത്രം പോലെ തിരിച്ചെത്തി. എനിക്കിത് കണ്ട് സഹിക്കുവോ? ഇവിടെ അടുപ്പിലൂതി കറ പിടിച്ചിരിക്കുക മൊത്തത്തിൽ. എനിക്ക് അവിടെ പോകുകയും വേണം. ഞാൻ അവിടുന്ന് വന്നവ കൊച്ചമ്മണിയുണ്ട്, അമ്മായിയെ ഭയങ്കര ഇഷ്ടാ. അവളെ സൂത്രത്തിൽ ഇങ്ങോട്ട് വിളിച്ച്, എടി ഈ വെളുപ്പിന്റെ കുഴപ്പമാ, വെളുപ്പിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരാമോ? അമ്മായിക്ക് എന്താ, ഞാൻ ഇങ്ങനൊരു പരിപാടിക്ക് പോവാനിരിക്കുക. അവൾ ഓടിപ്പോയി ഒരു ഡപ്പി കൊണ്ടുവന്ന് എൻ്റെ ഇലങ്ങ് തന്നു. ഞാൻ സൂത്രത്തിൽ ഇവിടെ അങ്ങ് തിരികി. അത് കഴിഞ്ഞപ്പോഴാ ഇവൾ എന്നോട് പറയുന്നത്, അമ്മ കാണല്, കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓ, ഇനി ഒരു തടസ്സം വരാതെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആരെയാ ഓർത്തത്? എൻ്റെ ഗണപതിയപ്പനെ. കൈ കിട്ടിയ തേങ്ങയെടുത്തും കൊണ്ട് ഓടി അവിടെ ചെന്ന് രണ്ടങ്ങ് അടിച്ച് നോക്കിയപ്പം ഞാൻ കൊടുത്ത തേങ്ങ ഉരുണ്ട് പോയി വഴി അങ്ങ് അടഞ്ഞ്. നേരിട്ട് കാണുക തടസ്സം അടയുന്നത്. വിഷാദത്തോടെ വീട്ടിലോട്ടിങ്ങി വന്ന് എന്തായാലും ഭഗവാൻ കാത്ത്. അപ്പോഴാ എല്ലാം ആളൊഴിഞ്ഞ ഒരു സ്ഥലം എനിക്ക് കിട്ടി. വീട്ടിൽ നിന്ന് എല്ലാവരും പോയി, സ്ഥലം കാലിയാക്കി. ഈ ഡപ്പി പരിപാടി എന്തുവാണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഡപ്പി തുറന്നു. ആ, എന്തൊരു മണം! ഞാൻ എറണാകുളത്ത് തുറന്ന കൊല്ലത്ത് മണം ചെല്ലും. അപ്പോഴാ അതിനകത്ത് ഒരു കുഴമ്പ് പോലെ, ചുണ്ണാമ്പ് പോലെ ഇങ്ങോട്ട് കണ്ടു. അതിങ്ങോട്ടിട്ട് പെരട്ടി കുഴച്ച് ഒരു ഇഷ്ടിക കനത്തിന് ഞാൻ അങ്ങ് മുഖത്തിട്ട്. അതങ്ങോട്ടിട്ട് തീർന്നപ്പോഴാ കാന്താരി മുളവിന്റെ ഒരു എഫക്റ്റ്, മണവും ഒരു പുകച്ചിലും ഒക്കെ ഇങ്ങോട്ടിങ്ങ് വന്ന് എൻ്റെ അമ്മോ എന്നും പറഞ്ഞ് കുറെ പ്രയോജനം വരുന്ന കാര്യമാണെന്ന് വിചാരിച്ച് സഹിച്ച്. അപ്പോഴാ കുറച്ച് കഴിഞ്ഞൊരു തുണിയൊക്കെ ഇങ്ങനെ തപ്പിയെടുത്ത് മുഖത്തൊരൊറ്റ വലി. എൻ്റെ ദൈവമേ, വെളുപ്പൊന്ന് കാണാമെന്നും പറഞ്ഞ് കണ്ണാടിയുടെ മുമ്പിലോട്ടങ്ങ് പോയി. ഓ, 10 പവൻ മാല പോയ പോലെ ഒരു പ്രീതി. എന്താണെന്നറിയാവോ? കംപ്ലീറ്റ് ക്ലീനായി. എനിക്ക് 2 സാധനം നഷ്ടവുമായി, പിരിയും. പിന്നെ എനിക്ക് പോണോ വല്ലയിടത്തും. അതും കഴിഞ്ഞ് മുത്തശ്ശൻ്റെ അടുത്തോട്ടൊരു ഓട്ടം. മുത്തശ്ശ, ഈ
തടസ്സം മാറുന്ന വഴി വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. ഇവിടെ മൂത്ര തടസ്സം മാറുന്ന വഴി ചോദിക്കാനാ നിന്നോട് വിചാരിച്ചത്. അപ്പം നീ ഉണ്ടൊരു ചോദ്യം ഇങ്ങോട്ട് വരുന്നു. ഓ, ഇതെവിടോ കേട്ടിട്ടുണ്ടല്ലോ മുത്തശ്ശ ഈ ഒരു ഡയലോഗ്. ഇപ്പം പിടികിട്ടി. സിനിമയ്ക്കകത്തേ ജഗദീഷ് സാറ് താക്കോലിന്റെ ഒരു കാര്യം പറയുന്ന, അയ്യടകള്ള നീ എല്ലാം അടിച്ചു മാറ്റി വെച്ചിരിക്കുക, എനിക്ക് നീ ഇന്ന് മുത്തശ്ശന്റെ കേക്ക് വേണ്ട, ഞാനേ മുത്തശ്ശിയെ തേടി പൊക്കോളാന്ന് പറഞ്ഞു. താഴെ നോക്കി കുറെ നാൾ എടുക്കാതിരുന്ന ഒരു സ്കൂട്ടർ, അതാന്നേ പോകുന്ന കേട്ട ആരും നമ്മളെ ശ്രദ്ധിക്കല്ലേ എന്ന് പറഞ്ഞു പോകുന്നിടത്ത് അണ്ടംകുണ എന്നും പറഞ്ഞൊരു പോവും. അവധി ചാടിയെടുത്ത് പോയപ്പോഴാ വഴിയിലൊരു വിളി, MRP. തിരിഞ്ഞു നോക്കി, അന്നാമ്മ ചേട്ടത്തി എന്റെ ഫ്രണ്ട് കൈയൊടിഞ്ഞ് തൂക്കിയിട്ടോണ്ടിരിക്കുക. എടി എന്നെ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കണം. ഞാൻ പറഞ്ഞു, അന്നാമ്മ ചേട്ടത്തി ഈ വണ്ടി വിശ്വസിക്കാൻ പറ്റത്തില്ല, എപ്പോഴാ പണി വരുന്നതെന്ന് അറിയത്തില്ല, എന്നാലും വേണ്ടിയല്ല നീ എന്നെ ഒന്ന് കയറ്റി അവിടെ വരെ കൊണ്ടുവരും. ആ കേറി. ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതും കുതിരയുടെ ഫ്രണ്ടിലെ കാല് പൊങ്ങുന്ന പോലെ ഇത് പൊങ്ങി ടഫ് എന്നും പറഞ്ഞും കൊണ്ട് കാനയുടെ മണ്ടയിലോട്ട് എന്നങ്ങ് വീണു. ഞാൻ അടിയില്, വണ്ടി മേളില്, അന്നാമ്മ ചേട്ടത്തി റോഡില് തൂശനലയിട്ട് ചോറുണ്ണായിരിക്കുന്ന മാതിരി ഒരു ഇരിപ്പ് അന്നാമ്മ ചേട്ടത്തി. MRP നിനക്ക് വല്ലതും പറ്റിയോ? എനിക്ക് പറ്റിയതൊക്കെ ഇതല്ലേ വിധം കണ്ടോ എന്ന് ചോദിച്ചു. അന്നാമ്മ ചേട്ടത്തി എന്നോട് പറയുക, എനിക്കൊന്നും പറ്റിയില്ല, പക്ഷേ നിനക്കിതിനിടയിൽ എവിടുന്നാ തേങ്ങ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എവിടെ? അവിടെ ഒരു മുഴ കാണുന്നല്ല തേങ്ങ പോലെ. ഞാൻ പറഞ്ഞേ, വീണപ്പോൾ എനിക്ക് കിട്ടിയതാ, ഞാൻ വീട്ടിൽ കൊണ്ട് പൊട്ടിച്ചോളാം എന്നും പറഞ്ഞ് ഞാൻ ഈ വണ്ടി എടുത്തും കൊണ്ട് ഒരൊറ്റ സ്പീഡ്. പിന്നെ നമ്മുടെ കൊച്ചുമോളില്ലേ, ഒരു 2 വരി കവിത എഴുതി വെച്ചിട്ടുണ്ട്. അവള് പറഞ്ഞതാ അപ്പൂപ്പനെ കൊണ്ടൊന്ന് വായിപ്പിച്ചിട്ട് ഒരു ശരി ഇട്ട് വെച്ചേക്കണേന്ന്. എടി അത് നിനക്കറിയത്തില്ലേ, എനിക്ക് ഈ മലയാളം ഒന്നും അറിയില്ലെന്ന്. അപ്പൊ നീ തന്നെ 2 വരി അങ്ങ് എന്നെ ഒന്ന് കേപ്പീര. അവൾ എഴുതിയത് എനിക്കൊന്ന് കാണണമല്ലോ. മുത്തശ്ശി അമ്മയാണിൽ ഒത്തിരി കഥയെല്ലാം ചൊല്ലിത്തരും, മമ്മിയും ഡാഡിയാണിൽ പാഠപുസ്തകം ചൊല്ലിത്തരും. കേട്ടല്ല നിങ്ങള്? അപ്പം ഇതാണ് ഈ തടസ്സങ്ങൾ കൊണ്ടുള്ള ഗുണവും ദോഷവും ഒക്കെ. ഞാനത് പഠിച്ചു. ഇനി റെസ്റ്റ് എടുക്കുവല്ല, അവർ വിളിക്കുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. പോണം. നന്ദി. മിനി ചേച്ചി, ആദ്യം MRP എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു കൺഫ്യൂഷനായി. മിനി ആർ പിള്ളയാണ് MRP. മിസ്റ്റർ രമേഷ് പിഷാരടി ആയാലും എന്താ കുഴപ്പം? മിസ്റ്റർ രമേഷ് പിഷാരടി MRP. പിന്നെ MRP ഓക്കെ അല്ലേ? ഓക്കെ, രമേഷ് ചേട്ടാ എങ്ങനെയായിരുന്നു? നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചില പെർഫോമൻസുകൾ നമ്മൾ അതിന്റെ ഗുണഗണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഇവിടെ വരണം, ഇവിടെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഇവിടെ വന്ന് നിൽക്കുകയും പെർഫോം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷം, അതാണ് ഏറ്റവും വലുത്. അത് തന്നെ മതി. അതിനകത്ത് നമുക്കൊരു തമാശ പറയാനും ചെയ്യാനും ഒക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. നമ്മളൊരു 2 പേരെ ചിരിപ്പിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. പറഞ്ഞ പോലെ വളരെ ലളിതമായ, എന്താ പറയുക, നമ്മൾക്കറിയാവുന്ന നാട്ടുഭാഷയിലൂടെ കുറച്ച് കാര്യങ്ങളെ സരസമായിട്ട് വിവരിക്കുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് നല്ല തമാശകളുണ്ട്. നമ്മളത് എൻജോയ് നന്നായിട്ട്. എന്തായാലും നന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിൽ എത്തിയതിൽ ഒരുപാട് നന്ദി ചേച്ചി. വീണ്ടും കാണാം. അടുത്ത സ്റ്റാൻഡ് പെർഫോമൻസുമായി എത്തുന്നു പാലക്കാട് നിന്നും നവീൻ. നവീൻ, അങ്ങനെ വീണ്ടും എത്തിയിരിക്കുകയാണ്. സുഖല്ലേ? നന്നായി പോകുന്നു. നവീൻ ഭായ്, നെവിന്റെ ആ വരവിലും നിപ്പിലൊക്കെ ഇന്ന് കുറെ നല്ല തമാശകളുമായിട്ട് വന്നൊരു കോൺഫിഡൻസ് എനിക്ക് മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. ചെയ്യില്ലേ? ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പറയുമ്പോ എനിക്കൊരു പേടി. അങ്ങനെ പേടിക്കരുത്. ഓക്കെ, ഒന്നും വരൂല അല്ലേ ഭായ്? തീർച്ചയായിട്ടും ആ ഒരു നിൽപ്പിൽ തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. അപ്പോ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓക്കെ ഓക്കെ നവീൻ ബ്രോ, നന്നായിട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഈ എക്സൈറ്റ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ അബദ്ധം കുറയ്ക്കാനായിട്ട് ഞാൻ കയ്യിൽ കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഈ തുണ്ട് വെച്ച അവസ്ഥയിൽ ഇപ്പോൾ ഏത് ചോദ്യത്തിന് ഏതോ ഉത്തരം എന്നൊരു വലിയ ഐഡിയ ഒന്നുമില്ല. വേറെന്നോടത്ത് വെച്ച് കാണാം. പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജന്മന കുറച്ച് കഴിവുകളുണ്ട്. ഈ കഴിവ് നമ്മൾ
തെരഞ്ഞെടുത്ത് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ, കണ്ടുപിടിച്ച് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ പെട്ടെന്ന് വിജയിക്കും എന്നാണ് വെപ്പ്. എൻ്റെ കഴിവ് അഭിനയത്തിലാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ടീച്ചറെ ഈ തലകറക്കം അഭിനയിച്ചിട്ട് ടീച്ചറെ പറ്റിച്ച് ക്ലാസ് കട്ട് ചെയ്ത സമയത്താണ്. അപ്പോൾ അങ്ങനെ ക്ലാസ് കട്ട് ചെയ്തു. പക്ഷെ സംഗതി നൈസായിട്ട് പാളി. വീട്ടിൻ്റെ അടുത്തായിരുന്ന ടീച്ചർ വൈകുന്നേരം എൻ്റെ രോഗവിവരം അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു. ഞാൻ അപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. അങ്ങനെ എൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ആദ്യത്തെ പുരസ്കാരം അന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ നിന്ന് കിട്ടി. പിന്നെ പ്രത്യേക ജൂറി പരാമർശം ഉണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം HMന്റെ റൂമിൽ നിന്ന് കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് ടീച്ചർ എന്നെ മാറ്റി നിർത്തിയിട്ട് എന്നോട് പറയുകയാണ്, ഇനി മേലാൽ ഇതുപോലത്തെ അഭിനയം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശസ്തി പത്രം അടിച്ച് കൈ തന്നിട്ട് വിട്ടോളാൻ പറയുന്നു. അപ്പം അതോടുകൂടി ഞാൻ എൻ്റെ അഭിനയ ജീവിതം തൽക്കാലം ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അപ്പം അന്ന് പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ചില രസകരങ്ങളായിട്ടുള്ള ചില വിശ്വാസങ്ങളുണ്ട്. അതായത് ഇപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ സൂര്യനെ വരച്ചു വെക്കും. അപ്പോൾ ഈ പാവം സൂര്യൻ ഈ ഇത്രയും വൃത്തികേടായിട്ട് വരയ്ക്കണ കണ്ടിട്ടാണോ എന്നറിയില്ല, ആ സമയത്ത് ചെറിയൊരു വെയിൽ വരും. അതുപോലെ തന്നെ ടീച്ചറിൽ നിന്ന് ഇങ്ങനെ തല്ലുകൊള്ളുമ്പോൾ ഇങ്ങനെ അടിയൊക്കെ കിട്ടുമ്പോൾ വേദനിക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ വെളിച്ചെണ്ണ തേക്കും. അന്ന് കിട്ടുന്ന അടി ചന്തിക്കായിരിക്കും. അപ്പം ഞാൻ കുറേ ആലോചിച്ചിട്ട് ഇതിൻ്റെ ഒരു കാരണക്കാരനെ കണ്ടെത്തി. അത് മറ്റാരുമല്ല, ഒരു മൈന. ഈ മൈന പണ്ട് ഒറ്റ മൈനയെ കണ്ടു കഴിഞ്ഞാൽ തല്ലുകൊള്ളുന്നൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. ഇതാണ് ഞാൻ നോക്കുമ്പോൾ ഞാൻ പോണ ദിവസം മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരു മൈനയെ കാണും. അന്ന് എനിക്ക് അടിയും കിട്ടും. അവസാനം 10ാം ക്ലാസ് തോറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൈനയുടെ കുഴപ്പമല്ല, എൻ്റെ സ്വന്തം കുഴപ്പമായിരുന്നു. പിന്നെ അന്ന് അധികം ചാനലുകളൊന്നുമില്ല, ഒരൊറ്റ ചാനലേ ഉള്ളൂ. നമ്മൾ ഒരു 80 കിഡ്സിനോട് ചോദിച്ചാൽ അറിയാം, അന്നത്തെ ചില സീരിയലുകൾ ഭയങ്കര തരംഗമായിരുന്നു. അത് ഒരു സീരിയലിൻ്റെ ടൈറ്റിൽ സോങ് തന്നെ ഭയങ്കര സംഭവം. ശക്തിമാൻ ശക്തിമാൻ ശക്തിമാൻ. സംഭവം ഭയങ്കര സംഭവമാണ്. ഈ ശക്തിമാൻ ഇങ്ങനെ തിരിഞ്ഞൊക്കെ വന്നിങ്ങനെ ചാടി വന്നിക്കും. ഇതുപോലെ തിരിഞ്ഞ് ചാടാൻ വേണ്ടി കുറെ ശ്രമിച്ച് മുട്ടുപൊട്ടിയ അനുഭവം എനിക്കുണ്ട്. പക്ഷെ എന്നെക്കാളും തോൽവികൾ ലോകത്ത് വേറെ ഉണ്ടായിരുന്നു. ശക്തിമാൻ വന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും മരത്തിന്റെ മുകളിൽ നിന്നൊക്കെ ചാടിയിട്ട് കയ്യും കാലും ഒടിഞ്ഞ പിള്ളേർ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അഭിനയമാണ്. ഒരു മുകേഷ് ഖന്ന എന്ന് പറഞ്ഞ ഒരാളാണ് ഇതൊക്കെ ചെയ്യുന്നതൊക്കെ അറിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ പഴയ അഭിനയമോഹം ഒന്നും കൂടി പൊങ്ങി വന്നു. അങ്ങനെ ഞാൻ പലരോടും പറഞ്ഞു എനിക്കിങ്ങനെ അഭിനയിക്കണം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ആദ്യം നിന്റെ പൊണ്ണത്തടി ഒന്ന് കുറയ്ക്കും. അത് ശരിയാണ്, എനിക്ക് തടി കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ തടി കുറയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ, ഈ തടി കുറയ്ക്കാൻ അന്നൊന്നും കുറേ മരുന്നുകളുണ്ടല്ലോ, അപ്പോൾ കുറേ മരുന്നുകളൊക്കെ വാങ്ങി കഴിച്ചു തുടങ്ങി. അങ്ങനെ കുറേ കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കഴിച്ചോണ്ടല്ല തടി കുറയ്ക്കേണ്ടത്, ഈ കഴിക്കൽ കുറച്ചിട്ടാണ് തടി കുറയ്ക്കേണ്ടത്. അപ്പോൾ കഴിക്കൽ കുറയ്ക്കാൻ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വ്യായാമത്തിലേക്ക് കടന്നു. അപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ 4 മണിക്ക് അലാറം വെക്കും. എന്നിട്ട് കൃത്യമായിട്ട് 4 മണിക്ക് എണ്ണീറ്റ് അത് ഓഫ് ചെയ്തിട്ട് പിന്നെയും കിടന്നു. ഈ അലാറം ഓഫ് ചെയ്തിട്ട് നമ്മൾ കടന്നുറങ്ങുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു ഉറക്കം നല്ല സുഖമുള്ളൊരു ഉറക്കമായിരിക്കും. ഒരു 9 മണി വരെ പോകാൻ സാധനം. അങ്ങനെ ഒരു 3 ദിവസം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം അടിച്ചു. അടുത്ത ദിവസം ഞാൻ കൃത്യമായിട്ട് 4 മണിക്ക് എണീറ്റു. എന്നിട്ട് റെഡി ആയിട്ട് നടക്കാൻ ഇറങ്ങി. അപ്പം നമ്മൾ അത്യാവശ്യ സമയത്ത് പോകുന്ന സമയത്ത് ഒരു ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും തരില്ല. പക്ഷെ അന്ന് നടക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാവരും വന്നിട്ട് ബാ കയറി എങ്ങടാണ് നടക്കാൻ, കുഴപ്പമില്ല ബാ അപ്പുറത്തോണ്ട് വിടും. അത് ഞാൻ മാറ്റി വൈകിട്ടത്തൊക്കെ ആക്കി നടത്താം. അപ്പോൾ ഒരു ശല്യമില്ല, ഒരു പ്രശ്നമില്ല, ഞാൻ നടക്കുന്നു. പക്ഷെ എൻ്റെ തടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഈ നടത്തം കഴിഞ്ഞ് വരണ വഴിക്ക് നല്ലൊരു തട്ടുകടയുണ്ട്, നല്ല പൊറോട്ടയും ബീഫും കിട്ടും. അപ്പോൾ അത് കഴിച്ച് തിരിച്ചു വരും. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. അതുകൊണ്ട് അങ്ങനെ തടി കുറച്ച് ഞാൻ രക്ഷപ്പെടില്ല എന്നെനിക്ക് തോന്നി. ഈ തടിയന്മാർ ഞങ്ങളൊക്കെ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, തടി കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല? തടി കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, ഇല്ലാതിരിക്കില്ല. പക്ഷെ അതല്ലാതെ ചില ഗുണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോവുകയാണെന്ന് വെക്കുക. ട്രിപ്പ് പോണ സമയത്ത് ഈ മെലിഞ്ഞവന്മാരൊക്കെ പുറകിൽ, കാറിൻ്റെ പുറകിൽ ഞെങ്ങിഞ്ഞെരുങ്ങിയിരിക്കുമ്പോൾ തടിച്ചവന്മാരൊക്കെ ഫ്രണ്ടിൽ കൂളായിട്ട് രാജാവായിട്ട്. ഇതാണ് തടി കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. പിന്നെ ഞാൻ കാരണം പലർക്കും ബുദ്ധിമുട്ടുണ്ട് ഈ തടി കാരണം. അത് വേറെ ഒന്നുമല്ല, എൻ്റെ കൂർക്കം വലി. എൻ്റെയൊക്കെ കൂർക്കം വലി എന്നെ കണ്ടറിയാം. ഏകദേശം നല്ല പവർഫുൾ കൂർക്കം വലി, DTS എഫക്റ്റ്. അത് ഇങ്ങനെ ഇടയ്ക്ക് ആരെങ്കിലും വിളിച്ചാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അപ്പൊ ചോദിക്കും മെലിഞ്ഞവരും കൂർക്കം വലിക്കില്ലേന്ന്. മെലിഞ്ഞവരും കൂർക്കം വലിക്കും, ഇത്ര ഉണ്ടാവുള്ളൂ. ഇത്രേ വലിക്കുള്ളൂ. ഇതിൽ കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവനും കൂടി എൻ്റെ കൂടെ കയറിപ്പോയിന്ന് വരും. അപ്പോൾ എന്തൊക്കെയായാലും പിന്നെ തടി കൊണ്ട് എനിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട്, ഇപ്പം ഞാൻ ഇവിടെ ഫണ്ട്സ് അപ്പോൺ എ ടൈമിനെ കണക്ട് ചെയ്തിട്ട് തന്നെ പറയാം. ഇവിടേക്ക് ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എനിക്ക് വേണം എൻ്റെ സൈസിലൊരു കോട്ട് തിരഞ്ഞെടുക്കാൻ. അത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, ഏത് തുണിക്കടയിൽ പോയാലും എൻ്റെ മെയിൻ പ്രശ്നം അത് തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ അടുത്തുണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കും. ഇപ്പോഴും എനിക്ക് ഉറപ്പാണ് പുറകിൽ ഒരു ചേട്ടൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഞാൻ ഇവിടെ നിന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാർ പറഞ്ഞോടാ നീ കയറുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പുള്ളിയോട് പോയി ചോദിച്ചു, ചേട്ടാ നന്ദിയുണ്ട്. എന്തിന്? അല്ല ചേട്ടൻ ഞാൻ കയറുമ്പോൾ എൻ്റെ പരിപാടിക്ക് വേണ്ടി ചേട്ടൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, വളരെ നന്ദി. അപ്പോൾ ചേട്ടൻ എന്താണ് എൻ്റെ ഇത്ര ഇഷ്ടപ്പെട്ടത്? എന്നാൽ പോടാപ്പം അവിടെ ഞാനിവിടുത്തെ കോസ്റ്റ്യൂമറാണ്, ഈ കോട്ട് കീറാതെ നീ ഇന്ന് തിരിച്ചു തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു.
ചേട്ടൻ എന്തിരിക്കുന്നു? നന്നായിരുന്നു, അടിപൊളിയായിരുന്നു ചേട്ടാ. വളരെ നന്നായിരുന്നു, Thank you. നന്നായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു. നിങ്ങൾ ഇതിനിടയില് ശക്തിമാനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ശക്തിമാനെ ഡബ് ചെയ്ത ഒരാളാണ് ദിനേശ് പ്രഭാകർ എന്നുള്ളത് അറിയോ? ഇല്ല. ശരിക്കും ശക്തിമാന് വേണ്ടിയിട്ടല്ല ശബ്ദം, ശക്തിമാൻ എന്ന് പറഞ്ഞ സീരിയൽ ഡബ് ചെയ്തിട്ടുണ്ട്. ബോംബെയിലായിരുന്ന സമയത്ത് കുറെ അവിടുന്ന് ഹിന്ദി സീരിയലുകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്ന സമയത്ത് ജയ് ഹനുമാൻ, ഓം നമ ശിവായ, ശക്തിമാൻ, ജപ് തബ്രത്, ഗീതാ രഹസ്യം, അങ്ങനെ കുറെ സീരിയലുകൾ ആ സമയത്ത്. പിന്നെ ഇതിലൊക്കെ പെട്ടെന്ന് പറഞ്ഞറിയുന്ന ഒരു സാധനമുണ്ട്, ടെലിബ്രാൻഡ്സ്. അതിന്റെ ഡബിങ് ആയിരുന്നു ഏറ്റവും രസകരം. അതായത് അന്ന് കാലത്ത് ഈ ഡബിങ് ഒന്നും ഇത്ര ഒരു സാങ്കേതികത്വം ഒരു ചാനൽ മാത്രം വെച്ചിട്ടാണ് ഡബ് ചെയ്യുന്നത്, ഇത്രയും ട്രാക്സ് ഒന്നും ഇല്ലാത്ത സമയത്ത്. അപ്പൊ ഈ ഇംഗ്ലീഷ് ഇതിൽ പറയുന്നതിന്റെ ലിപ്പ് പിടിക്കുകയും വേണം, ഇവർ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. വാവ് മനോഹരമായിരിക്കുന്നു, ഇത് ഞങ്ങൾക്ക് വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ നല്ല സ്പീഡിൽ അവർ ഇംഗ്ലീഷിൽ പറഞ്ഞു പോകുന്നത് നമ്മൾ ആ സമയത്ത് തോന്നുന്ന രീതിയിൽ ഡബ് ചെയ്ത് വിട്ടു. അതിന് കുറെ കോമഡി ട്രോൾസ് ഒക്കെ വന്നിരുന്നു ആ സമയത്ത്. ഇപ്പൊ അത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പൊ ആ സമയത്ത് ഈ ശക്തിമാൻ എന്നിപ്പോ ഈ പറഞ്ഞ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ മുകേഷ് ഖന്നയുടെ ഈ ഇത് ഒത്തിരി പേര് അനുകരിക്കാൻ ശ്രമിച്ച് വീടിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടി അപകടങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അത്രയും ഹിറ്റായിരുന്നു ആ സീരിയല്. നിങ്ങൾ ശക്തിമാനിൽ ഏതൊക്കെ എത്ര കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തു? കുറെ കഥാപാത്രങ്ങൾ, കൂടുതലും ഈ ദുഷ്ട കഥാപാത്രങ്ങളൊക്കെ ഓരോ എപ്പിസോഡുകളിൽ ഇങ്ങനെ മാറി മാറി വരുമല്ലോ. പലതരം ഓ എന്നൊക്കെ പറഞ്ഞ ശബ്ദം മാറ്റിയിട്ടുള്ള വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു. ജയ് ഹനുമാനും ഓം നമ ശിവായ കാണുമായിരുന്നു. ജയ് ഹനുമാനും ഓം നമ ശിവായ. ഓം നമ ശിവായില് ധാരാളം ഇപ്പൊ എനിക്ക് തോന്നുന്ന ഇന്ദ്രന്റെ ക്യാരക്ടർ കുറെ, ഈവൻ അതില് പരമശിവന് പോലും ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലൊരു കുറെ കാലം മറ്റേ ഞാൻ ഓംകാരമാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് അത് തുടങ്ങുക. ആ ഒരു സാധനം ഇൻട്രൊഡക്ഷൻ നിങ്ങളായിരുന്നോ? ദൈവമേ, എന്തൊക്കെ കേൾക്കണേ. കുറെ സംഭവങ്ങൾ ആ സമയത്ത് അങ്ങനെ, അത് 90s-ലാണത്. ജയ് ഹനുമാൻ അങ്ങനെ കുറെ സീരിയൽസ് ഡബ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ശക്തിമാൻ എന്ന് പറഞ്ഞപ്പോ ഒരു ഓർമ്മകളിലേക്ക് അങ്ങനെ പോയി. അല്ല, ദിനേശ് ചേട്ടൻ വന്നിരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളും കൂടെ പറയേണ്ടതായിട്ടുണ്ട്. സിനിമയിൽ ദിനേശ് ചേട്ടൻ ശബ്ദം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളാണ് ഈ പിള്ളേർക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇവരോർക്കും അതൊക്കെ അവരുടെ തന്നെ ശബ്ദമായിരുന്നു എന്ന്. അതെ, അല്ല അപ്പൊ അത് പിള്ളേർക്ക് പെട്ടെന്ന് ഇപ്പോ പറഞ്ഞാൽ അങ്ങനെ ഓർമ്മ വരണേ. ഒരു പക്ഷേ ഇപ്പൊ ഈ പുലിമുരുകൻ എല്ലാവരും കണ്ടിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ അത് പറഞ്ഞ ഓർമ്മ വരും. മകരൻ ദേശ്പാണ്ഡെ, അദ്ദേഹം മറ്റൊരു സ്പ്രിങ് തലമുടിയൊക്കെ ആയിട്ട്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ ആമേൻ എന്ന് പറയുന്ന ഫിലിമിലും 2 Countries എന്ന് പറയുന്ന ഫിലിമിലും എല്ലാ സിനിമകളിലും എന്റെ ശബ്ദമാണ്. അല്ല, അപ്പം നിങ്ങള് അയാളുടെ ശബ്ദത്തിൽ വെറുതെ എന്റെ തൊള്ളയിൽ ഒന്ന് കണ്ടിട്ട് ഡയാനെ 1,000,000 കാണുള്ളൂ ഇതുപോലെ ഒരെണ്ണൊന്ന് പറഞ്ഞൊന്ന് കേക്കട്ടെ. ഡയാന, ഇവനെ വിട്ടുകളയരുത്, 1,00,000 പീസേ കാണൂ, ദാ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. വേറെ ഏതൊക്കെ വലിയ നടന്മാർക്കാ ചെയ്തിട്ടുള്ളത്? അങ്ങനെ നടന്മാർ ചെയ്തിട്ടുണ്ടോ? സുനിലിന്, നരേന്, ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ, ആ സിനിമയിലെല്ലാം ശബ്ദമായിരുന്നു. നരേന്റെ ശബ്ദം കൊടുത്തു. അതെ, പിന്നെ പറയുമ്പോ സൈജു കുറുപ്പിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. ഹലോ എന്ന് പറയുന്ന പടം, ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമ, അങ്ങനെ 2-3 സിനിമകളില്. പിന്നെ ചെമ്പൻ വിനോദ് ജോസിന് വേണ്ടിട്ട് ചെയ്തിട്ടുണ്ട്. ചെമ്പൻ വിനോദിന് ഏത് പടം? ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമ. പിന്നെ നിഷാന്ത് സാഗറിന് കുറച്ച് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. വിനീത് കുമാറിന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ പറയുന്ന ലീഡ് ആക്ടേഴ്സ്. അതല്ലാതെ കൂടുതൽ ചെയ്തിരിക്കുന്നത് മുഴുവൻ ബോംബെയിൽ നിന്ന് വരുന്ന ദുഷ്ട കഥാപാത്രങ്ങളും തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നും വരുന്ന വില്ലന്മാരും, ഇങ്ങനെയുള്ളവർക്ക് നിരവധി അനവധി കഥാപാത്രങ്ങളൊക്കെ. ഇത് ഞാൻ ആക്ടേഴ്സിന്റെ ലിസ്റ്റിലേത് ഇങ്ങനെ പറയുന്നതാണ്. ഓക്കെ നവീൻ, അപ്പോ വീണ്ടും കാണാം. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ചു. താങ്ക് യു. സംപൂജ്യരായ ഗുരുജനങ്ങളെ, വൺസ് അപ്പോൺ എ ടൈം ഫെയിം ചളിക്കുണ്ടിൽ കേശവ മാമൻ സംഘം അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇടികൾ വന്ന നാടോടിടുമേ, ഈ പറമ്പിലെ വേലികൾ ചാടി ഒടിയാതെ കാലൊടിയാതെ. ഇടികൾ വന്ന നാടോടിടുമേ, ഈ പറമ്പിലെ വേലികൾ ചാടി ഒടിയാതെ കാലൊടിയാതെ. ഇടികൾ വന്ന നാടോടിടുമേ, കയ്യിൽ കിട്ടിയ കരിങ്കല്ല് കൊണ്ട് നടുവെറിഞ്ഞൊടിക്കരുതാരും. കയ്യിൽ കിട്ടിയ കരിങ്കല്ല് കൊണ്ട് നടുവെറിഞ്ഞൊടിക്കരുതാരും. ഞങ്ങളാൽ കഴിവത് ഞങ്ങൾ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. ഞങ്ങളാൽ കഴിവത് ഞങ്ങൾ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. ഇടികൾ വന്ന നാടോടിടുമേ, ഈ പറമ്പിലെ വേലികൾ ചാടി ഒടിയാതെ കാലൊടിയാതെ. ഇടികൾ വന്ന നാടോടിടുമേ. പ്രിയമുള്ള കലാസ്നേഹികളെ, ഞാൻ അന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ്
ബിഷപ്പിന്റെ വിളി. ആഹാ. അപ്പൊ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള കഥയായിരിക്കും അല്ലെ? ഒരിക്കലും അല്ല. പിന്നെ ബിഷപ്പിന്റെ വിളി എന്ന് പറഞ്ഞു അല്ല, അത് ഒരു അങ്ങനെ കേട്ടത് ബിഷപ്പിന്റെ വിളി എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണോ കേട്ടത്? അതൊരു ടങ് സ്ലിപ്പ് വന്നതാ. ബിഷപ്പിന്റെ വിളി. വിശപ്പ അതാണ് ബിഷപ്പിന്റെ വിളി. പ്രിയമുള്ളവരെ, പൊരിഞ്ഞ വെയിലത്ത്, നട്ടുച്ച വെയിലത്ത് വിയർത്തൊലിച്ച് നമ്മുടെ കഥാനായകൻ വീടിന്റെ പടി കയറി വരികയാണ് സുഹൃത്തുക്കളെ. പരവശനാണ്, അവശനാണ്, വിശപ്പ് ഇങ്ങനെ ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഥാനായകന്റെ പേരാണ് അമ്പാടി. അവൻ വെറും അമ്പാടിയല്ല, RX അമ്പാടി. നമ്മുടെ അമ്പാടി വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഉണ്ണി. അവൻ വെറും ഉണ്ണിയല്ല. ഉണ്ണി മുകുന്ദനാണോ? അല്ല. ദിവ്യ ഉണ്ണിയാണോ? അല്ല. രാജ്മോഹൻ ഉണ്ണിയാണോ? അല്ല. ഉണ്ണിമേനോനാണോ? അല്ല. അതെ, നമ്മുടെ കഥാനായകൻ അമ്പാടി ഉണ്ണി. അവനെ കുറിച്ച് പറഞ്ഞാൽ അമ്പാടി എന്നൊരു ഉണ്ണി, ഉണ്ണിയുടെ മേത്ത് പാലുണ്ണി, ഉണ്ണുവാൻ വഴിയില്ലാതലയൊന്നൊരുണ്ണി, മണ്ണുണ്ണിയാണെന്റെ ഉണ്ണി. അമ്പാടി എന്നൊരു ഉണ്ണി, ഉണ്ണിയുടെ മേത്ത് പാലുണ്ണി, പാലുണ്ണിയാണവന്, ഉണ്ണുവാൻ വഴിയില്ലാതലയൊന്നൊരുണ്ണി, മണ്ണുണ്ണിയാണെന്റെ ഉണ്ണി. അമ്പാടി എന്നൊരു ഉണ്ണി. പ്രിയപ്പെട്ട സ്ത്രീകളെ, അങ്ങനെ വിശന്ന് വലഞ്ഞവൻ നിന്ന സമയത്ത് വിശപ്പടക്കാൻ വേണ്ടി അവൻ അമ്മയെ വിളിച്ചു. അമ്മേ, അമ്മേ. അവന്റെ ആ വിളി അമ്മ കേട്ടില്ല സുഹൃത്തുക്കളെ. അമ്മ എവിടെ? അവൻ 4 വാർഡും 4 ദിക്കിലേക്ക് മലഞ്ഞു. അമ്മയെ കാണുന്നില്ല. അവസാനം അവൻ വിശപ്പടക്കി നിൽക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും അമ്മയുടെ വിളി. മോനെ, മോനെ ഉണ്ണി, ഉണ്ണി, മോനെ ഉണ്ണി. ആ വിളി കേട്ടതും അയ്യോ, എന്റെ അമ്മയുടെ വിളി. അമ്മയെടുത്ത് ചെന്ന് കുറച്ച് കഞ്ഞിവെള്ളമെങ്കിലും മേടിച്ച് കുടിക്കാം, ആ വിശപ്പകറ്റാം എന്ന് കരുതി അവൻ അമ്മയുടെ മുറിയിലേക്ക് ഓടിച്ചെന്ന് സുഹൃത്തുക്കളെ. ഓടിച്ചെന്നപ്പോ അവൻ കണ്ട കാഴ്ച, ഈശ്വര, ഒരു മകന് കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ച അവൻ കാണുകയാണ് സുഹൃത്തുക്കളെ. അവന്റെ അമ്മ വിറങ്ങലിച്ച് പനി പിടിച്ച് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. പനി പിടിച്ച് കിടക്കുക. അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ വിറയാർന്ന അമ്മയുടെ കൈ പിടിച്ചവൻ അവന്റെ നെഞ്ചത്തെ കടിപ്പിച്ചിട്ട് അവൻ ചോദിച്ചു, അമ്മേ, എന്താണ് അമ്മേന്ന് കറി? അമ്മ അലറി. എടാ, പനി പിടിച്ച് കിടക്കുന്ന അമ്മയോടാണോടാ ഇതൊക്കെ ചോദിക്കുന്നത്? അമ്മയ്ക്ക് മരുന്ന് വാങ്ങിത്താടാ മോനെ, മരുന്ന് വാങ്ങിത്താടാ. സ്വന്തം അമ്മയ്ക്ക് മരുന്ന് വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മകൻ എന്താണ് അവന്റെ സ്ഥിതിഗതി? അത് മനസ്സിൽ വിചാരിച്ച് അവൻ നേരെ പോക്കറ്റിലേക്ക് കൈയിട്ടു സുഹൃത്തുക്കളെ. മോനെ കേശവ, സോറി മോനെ ഉണ്ണി, അമ്മക്ക് മരുന്ന് വാങ്ങിത്താടാ. ഈശ്വര, എന്റെ അമ്മക്ക് മരുന്ന് വാങ്ങി കൊടുക്കേണ്ടത് ഞാനല്ലേ? അവൻ നേരെ പോക്കറ്റിലേക്ക് കൈയിട്ടു. ഒരു തന്റെ ഓട്ടക്കിശയിൽ എന്തുണ്ട്? സബരോഗി സിന്ദഗി. ഇല്ല, ഇത് ഉണ്ണിക്കുട്ടൻ്റെ ഉണ്ണിക്കുട്ടനിലേക്ക് വാ, ഇത് മറ്റോടത്തേക്ക് പോയി. ആണോ? പ്രിയരസൈകളെ, അവന്റെ കയ്യിൽ പൈസ ഇല്ല. ആ സമയം അവൻ പറഞ്ഞു, അമ്മേ, എന്റെ കയ്യിൽ 5 പൈസ ഇല്ല അമ്മേ, 5 പൈസ ഇല്ല. തദവസരത്തിൽ അമ്മ പറഞ്ഞു, മോനെ, നീ ഒരിക്കലും പേടിക്കണ്ട, അമ്മയുടെ കയ്യിലുണ്ടടാ എന്ന് പറഞ്ഞ ആ വിറയാർന്ന കൈ കൊണ്ട് അമ്മ തലയിണക്കടിയിൽ നിന്നും ഒരു 500 നോട്ട് എടുത്തുകൊണ്ട് അവന്റെ കയ്യിൽ കൊടുത്തു. ഉണ്ണി, പോയി മരുന്ന് വാങ്ങിയിട്ട് വരൂ മോനെ, പോയി മരുന്ന് വാങ്ങിയിട്ട് വരൂ. പൈസ കൈ കിട്ടിയ സന്തോഷത്തിൽ അവൻ ഓടുകയാണ് സുഹൃത്തുക്കളെ, അവൻ ഓടുകയാണ്. മുന്നും പിന്നും നോക്കുന്നില്ല, അവൻ മുന്നോട്ട് കുതിക്കുകയാണ്. ഉസൈൻ ബോൾട്ടിനെ പോലെ, പിടി ഉഷയെ പോലെ അങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ഷോപ്പ് ലക്ഷ്യമാണ് അവന്റെ സ്ഥാനം. അവൻ മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിലെത്തി. മെഡിക്കൽ ഷോപ്പിനോട് പറഞ്ഞു, സാർ, അമ്മയ്ക്ക് പനിയാണ്, ജലദോഷമുണ്ട്, അതിന് മരുന്ന് വേണം. ഏത് മരുന്നാണ് കൊടുക്കാൻ പറ്റിയത്? അയാൾ പറഞ്ഞു, പാരസെറ്റമോൾ. ശരി, പാരസെറ്റമോൾ 2 തരൂ. അങ്ങനെ മരുന്ന് വാങ്ങിയിട്ട് അവൻ വീണ്ടും അമ്മയുടെ കൂടുകയാണ്. എന്തിന്? അവന് പൈസ വീണ്ടും വാങ്ങിക്കണ്ടേ? അവൻ നേരെ മരുന്നുമായി ഓടുന്ന ഓട്ടത്തിൽ അവൻ ആ കാഴ്ച കണ്ടു. എന്താണ്? ഒരു ബേക്കറി. അവന് വിശപ്പുണ്ട്, ആ വിശപ്പ് മാറ്റണം. വീട്ടിൽ ചെന്നിട്ട് കാര്യമില്ല.
അവൻ ബേക്കറിയിൽ കയറി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാം. അവൻ നേരെ ബേക്കറി ലക്ഷ്യമാക്കി അങ്ങോട്ട് നടന്നു. അവൻ കടലിൽ ചെന്ന് ചോദിച്ചു, തോമസ് ഏട്ടാ എന്തുണ്ട് കഴിക്കാൻ? ഇവിടെ മുട്ട പപ്സും ഉണ്ട്, കട്ടൻ ചായയും ഉണ്ട്. എങ്കിൽ 2 മുട്ട പപ്സും 2 കട്ടൻ ചായയും പോരട്ടെ. അവൻ ആ ബെഞ്ചിലേക്ക് ഇരുന്നതിന് ശേഷം വീട്ടിൽ പനി പിടിച്ച് വിറച്ചിരിക്കുന്ന അമ്മയെ ഓർത്തുകൊണ്ട് 2 മുട്ട പപ്സും 1 പ്ലം കേക്കും 4 മീറ്ററോളും ഇരുന്നിരിപ്പിൽ കഴിച്ച സുഹൃത്തുക്കളെ. ഈ കഴിക്കിടയിൽ അവൻ തിന്ന മുട്ട പപ്സിന്റെ ഒരു മുട്ട അവന്റെ തൊണ്ടയിൽ കുടുങ്ങി. ചേട്ടാ ഒരു ഷാർജ ഷേക്കും കൂടെ തരൂ, ഈ മുട്ടയൊന്ന് താഴേക്ക് ഇറക്കട്ടെ. അങ്ങനെ 2 ഷാർജ ഷേക്ക് അവൻ വാങ്ങി കുടിച്ചു സുഹൃത്തുക്കളെ. മുട്ട ഇറക്കി നേരെ വീട്ടിലേക്ക് നടന്നു. അമ്മയ്ക്ക് കൊണ്ട് മരുന്ന് കൊടുത്തു. അമ്മ മരുന്ന് കുടിച്ചു. അമ്മയുടെ അസുഖവും മാറി. മരുന്ന് കഴിച്ച് കിട്ടിയ ആരോഗ്യത്തിൽ അമ്മ എഴുന്നേറ്റെന്ന് ചോദിച്ചു, മോനെ മരുന്ന് വാങ്ങിയതിൽ ബാക്കി കാശ് എന്തിയടാ? അവൻ പറഞ്ഞു, അമ്മേ വിശപ്പിന്റെ വിളി കൊണ്ട് 2 മുട്ടപ്പപ്സും 1 ഷാർജ ഷേക്കും കുടിച്ചു, 2 കട്ടൻ ചായയും. അമ്മയ്ക്ക് കല സഹിക്കാനായില്ല സുഹൃത്തുക്കളെ. അമ്മ പൊട്ടിത്തെറിച്ചു. എടാ നാറി, 85 വയസ്സുള്ള എന്റെ പെൻഷൻ കാശ് കൊണ്ട് വേണോടാ 65 വയസ്സുള്ള നിനക്ക് കഴിയാൻ? പണിക്ക് പോടാ, പണിക്ക് പോ. മകന്റെ ആ ദുഷ്ടത സഹിക്കാതെ അമ്മ ചങ്കുപൊട്ടി പാടി സുഹൃത്തുക്കളെ, ചങ്കുപൊട്ടി പാടി. അമ്മ നെഞ്ചുപൊട്ടിക്കൊണ്ട് തേങ്ങി. മക്കളെ പെറ്റൊരു അമ്മമാർ പറയുന്നു, നിനക്കൊക്കെ പോയി ചത്തൂടെ, നിനക്കു പകരം വാഴ വെച്ചെങ്കിൽ അതിന്നു കുലച്ചേനെ, കായ പഴുത്തേനെ. കേശവ മാമൻ സംഘം അവതരിപ്പിച്ച ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഷാരടി, എന്തോ എങ്ങനെയുണ്ട് എന്റെ വെറൈറ്റി കഥാപ്രസംഗം? 2 പേരും കൂടെ കൂടെയാണ്. അമ്മാവ, ആ ഇത് കഥാപ്രസംഗമല്ല, പിന്നെ ഇത് ആത്മകഥാപ്രസംഗം എന്ന് പറയുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ചാല് നടന്ന സംഭവം പോലെ തോന്നുന്നുണ്ട്. നടന്നതുപോലെ തോന്നുന്നു. കേശവമാവ സ്വന്തം അമ്മയല്ലേ ഈ പറഞ്ഞ കഥ. കേശവമാവന്റെ അമ്മയുടെ 82 വയസ്സുള്ള അമ്മയുടെ പെൻഷൻ കാശ് എടുത്തുകൊണ്ട് പോയി ബേക്കറി കയറി തിന്നിട്ട് അതിവിടെ വന്ന് ഒരു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ കഥാപ്രസംഗമായിട്ട് പറയാൻ കേശവമാവന് നാണമില്ലേ? ഞാൻ ശരിക്കും നടന്ന കഥ അല്ല ഇവിടെ പറഞ്ഞത്. ഇപ്പൊ നടന്ന കഥയല്ല, അല്ല, ഇത് ഉണ്ടാക്കി പറഞ്ഞതാണ്, ഉണ്ടാക്കി പറഞ്ഞാണ്, ചേഞ്ച് ആക്കി പറഞ്ഞതാണ്. ശരിക്കും നടന്ന എന്താണെന്നറിയോ? പാരസെറ്റാമോൾ അടിച്ചു കൊടുത്തു പറഞ്ഞില്ലേ? ഉവ്വ. ശരിക്കും പാരസെറ്റാമോൾ അടിച്ചു കൊടുത്തില്ല. ആ പൈസ കൂടി 2 എള്ളുണ്ട് 2 സിപ്പ് മേടിച്ച് അടിച്ചു ഞാൻ. Moving on to our next segment, the Excellence Award. ഈ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായി എത്തുന്ന താരം ശ്രീ ജയൻ കലാഭവനാണ്. നമുക്കറിയാം അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഹാസ്യ കലാകാരനാണ്. ഏറെ സ്നേഹത്തോടെ ഈ ഫ്ലോറിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജയൻ കലാഭവൻ. ജയൻ ചേട്ടാ നമസ്കാരം. 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 വളരെ പരിചിതമായ മുഖം. അതെ, എനിക്ക് ചിലപ്പോഴൊക്കെ ജയൻ ചേട്ടനെ കാണുമ്പോൾ ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ജയൻ ചേട്ടൻ ഈ നമ്മുടെ ശ്രീധരന്റെ 1-ാം തിരുമുറിവ് എന്നൊക്കെ പറയുന്ന സിനിമയുടെ സമയത്തുള്ള ഇടവേള ബാബു ചേട്ടനില്ലേ, ആ ഇടവേള ബാബു ചേട്ടൻ ഒരു ചായയാണ് പലപ്പോഴും ജയൻ ചേട്ടന്, അല്ലേ? ശരിയാണ്. അതായത് എവിടെയോ നമ്മൾ കണ്ടുമറന്ന മുഖം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഇങ്ങനെ തോന്നുന്നതാണ്. പിന്നെ ജയൻ ചേട്ടൻ ഒരു നിത്യയുവാവാണ് ബാബു ചേട്ടനെ പോലെ തന്നെ. ജയൻ ചേട്ടനെ കാണുന്ന കാലം തൊട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ജയൻ ചേട്ടൻ. വളരെ സീനിയർ ആയിട്ടുള്ള, ഞങ്ങള് കലാഭവൻ ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ കേൾക്കുമ്പോൾ ചാലക്കുടി ജയൻ എന്ന് പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളതും പരിചയപ്പെട്ടിട്ടുള്ളതും എല്ലാം. മണിച്ചേട്ടന്റെ ഒപ്പം ആണ്. സമകാലീനരല്ലേ നിങ്ങൾ? ഒരുമിച്ചാണ് തുടങ്ങിയത് ഞങ്ങളൊക്കെ. നിങ്ങൾ ഒന്നിച്ചു തുടങ്ങിയതാണ് ഷോയില്. ഒരുപാട് കാസറ്റുകൾ, ടെലിവിഷൻ പരിപാടികൾ, അതിലെല്ലാം വളരെ സജീവമായിട്ടുള്ള ഒരാളാണ് ജയൻ ചേട്ടൻ. ജയൻ ചേട്ടൻ മിമിക്രിയിൽ ഒരു ഒറ്റയാനാണ്. ഒറ്റക്കുള്ള പരിപാടികൾ, 1-മാൻ ഷോകളുടെ ഒക്കെ ഒരു ഗവേഷണങ്ങൾ നടത്തി കണ്ടുപിടിക്കുന്ന ഒരാളാണ് ജയൻ ചേട്ടൻ എന്ന് പറയുന്നത്. ജയൻ ചേട്ടൻ എത്ര വർഷമായി വന്നിട്ട്? ഞാൻ ഇപ്പൊ പ്രൊഫഷണൽ 30 വർഷമായി. 89 ഹരിശ്രീയിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ദിലീപ് സിനിമയുടെ ആയിട്ട് വർക്കിന് പോയില്ല. അപ്പൊ അന്ന് നടന്മാര് ചെയ്യാനായിട്ട് വിളിച്ചാണ്. ദിലീപേട്ടൻ സിനിമയുടെ അസിസ്റ്റന്റ് പോണ സമയത്ത് 89 ഹരിശ്രീൽ ആദ്യമായിട്ട് വരുന്നത്. അന്ന് നമ്മള് സ്റ്റേജിൽ നമ്മള് നിർത്തിയിട്ടപ്പോ പരിചയപ്പെടുത്തില്ല. എന്റെ ഫറീസേട്ടനാണ് പരിചയപ്പെടുന്നത്. അപ്പൊ കോരി തിരിച്ചു പോയ സന്ദർഭമുണ്ട്. ഹരിശ്രീയുടെ കലാകാരന്മാരെ പരിചയപ്പെടുത്തിയാണ് ഹരിശ്രീ അശോകൻ, ജയൻ ചാലക്കുടി എന്നോട് പറയുമ്പോഴേ കോരി തിരിച്ചു പോയൊരു സമയം. അതെ, NF ഏട്ടന്റെ ഒരു പറച്ചിലില് വലിയ സന്തോഷമാണ്.
മണിച്ചേട്ടനുമായിട്ട് എത്ര വർഷം ഒന്നിച്ചുണ്ടായിരുന്നു? 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് പരിപാടി കളിച്ചു. കലാഭവനില് ആ സമയത്ത് പരിപാടി ഉണ്ടായിരുന്നു അല്ലേ? കലാഭവനിൽ 5 വർഷം. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പല സ്റ്റേജുകളായിട്ട് പോയി. ചാലക്കുടി ജയനും ചാലക്കുടി മണിയും കൂടി സൈക്കിള്, ബസ്, ഓട്ടോറിക്ഷ നടന്നു പോയിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ മിമിക്രിയിൽ എന്തായിരുന്നു നിങ്ങളുടെ കോമ്പിനേഷൻ ഐറ്റംസ് ഏറ്റവും ഉണ്ടായിരുന്നു? അതില് മണിയുടെ നാടൻ പാട്ട് അന്നുണ്ടല്ലോ. മണിയൊന്നും പാടാൻ താരപ്പം കൂന്താരോ താരപ്പം കൂന്താരോ താരപ്പോൻ താരപ്പൻ താരെ താരപ്പം കൂന്താരോ താരപ്പോൻ താരപ്പം താരെ താരപ്പം കൂന്താരോ. അതാണ് പുള്ളിയുടെ പാട്ടുണ്ട്. പിന്നെ അവസാനം പുള്ളിയൊരു പാട്ട് പാടാറുണ്ട്. എല്ലാ മിമിക്സിന് അവസാനം ഒന്ന് പാടാറുണ്ട്. കോരമമ്മി കൊയിലൂതണ് ചങ്കരമാമി താളടിക്കണ് അത് കണ്ട് തമ്പ്രോ കാള് കഴിക്കണ നെയ്യം നെയ്യപ്പൻ താര. കോരമമ്മി കൊയിലൂതണ് ചങ്കരമാമി താളടിക്കണ് അത് കണ്ട് തമ്പ്രോ കാള് കഴിക്കണ നെയ്യം നെയ്യപ്പൻ താര ദയ്യപ്പൻ താര ദയ്യപ്പൻ താര ദയ്യപ്പൻ താര. അപ്പോഴേക്കും അവിടെ ചുറ്റുവട്ടത്തും എല്ലാ ഇലകളൊക്കെ പറിച്ച ആൾ ഇവിടെ വട്ടത്തിൽ കെട്ടിണ്ടാവും ആ സമയത്ത്. അവിടെ ആ ഇല കെട്ടിയിട്ട് വരുന്ന പരിപാടിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, മണിച്ചന്റെ പരിപാടികളിലൊക്കെ അല്ലെ? നിങ്ങൾ രണ്ടുപേര് മാത്രമായിട്ടുള്ള ഷോ? 2 പേര് കളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കലാഭവനിൽ വന്നു. പിന്നെ ഞങ്ങൾ പിന്നെയും മാട്ട കളിക്കാൻ പോയിട്ടുണ്ട്. മാട്ട കളിക്കാന്ന് പറഞ്ഞാൽ കലാഭവൻ അറിയാണ്ട് അവിടെ ആ ട്രൂപ്പിലുള്ള ആളുകൾ കലാഭവൻ താരങ്ങൾ അവതരിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കാശ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കലാഭവൻ അറിയാതെ ഒരു ചെറിയ വ്യാജ സീഡി അടിക്കും നമ്മള് തന്നെ അല്ലേ? അതറിയാലോ. കാരണം ഒരു ട്രൂപ്പിൽ നമ്മളെല്ലാം കൂടെ റിഹേഴ്സൽ ചെയ്തിട്ട് ഒരു ട്രൂപ്പിന്റെ പൈസ മേടിച്ചിട്ട് സ്കിറ്റുകൾ എഴുതി ഉണ്ടാക്കി ട്രൂപ്പിന്റെ പൈസ മേടിച്ച് നമ്മൾ 1 മാസം താമസിച്ച് ട്രൂപ്പിന്റെ പൈസ മേടിച്ച് റിഹേഴ്സൽ ചെയ്ത് നമ്മുടെ ട്രൂപ്പിന്റെ ഒരു ഷോ ഉണ്ടാവും. ഈ ട്രൂപ്പിന്റെ ഷോയ്ക്ക് അന്നൊരു 15,000 രൂപ 20,000 രൂപ ഉണ്ടെങ്കിൽ ഈ ട്രൂപ്പിൽ ഈ ഷോ കളിക്കുന്ന പ്രധാനപ്പെട്ട 5 പേരുണ്ടല്ലോ, 5 പേര് 2 രൂപ 10 രൂപ മേടിച്ചിട്ട് അവര് തന്നെ സൗണ്ടിൽ ഐറ്റം ഒക്കെ തരുന്ന പരിപാടികളിൽ പോയി ഈ ഐറ്റം കളിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു ചെറിയ കച്ചവടം ഉണ്ട്. അതിന്റെ പേരാണ് മാട്ട കളിക്കുക. അതെ. ജയൻ ചേട്ടാ സ്റ്റേജിൽ എന്തൊക്കെയായിരുന്നു ജയൻ ചേട്ടാ ഏറ്റവും പ്രശ്നമായിട്ട് ചെയ്തോണ്ട്? മോർഫിങ്ങുകൾ കുറച്ച് അന്ന് ചെയ്തിരുന്നു. അതെ, എന്നാ 1-2 ഐറ്റങ്ങൾ കാണിച്ചു വളരെ സന്തോഷമായിരുന്നു. നരേന്ദ്രപ്രസാദ് യമഹ ബൈക്കായി മാറുന്നു. അത് മണി എന്നോട് പറഞ്ഞൊരു ഐറ്റാണ്. ഓ അതങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. എനിക്കറിയാം നാടിനീലെ സംബന്ധം ഞാൻ പറക്കും റോബോട്ട് പൂജ്യം എല്ലാം ദൈവ നിശ്ചയം മണ്ഡലം പണിക്കരേ. പിന്നെ മലയാളത്തിലെ ഹാസ്യ സമ്രാട്ട് മാളച്ചേട്ടനാണ് പഴയ കാലങ്ങളിൽ അവതരിപ്പിക്കാറുള്ള താരം. അദ്ദേഹത്തിന് വളരെ മന്ത്രവാദിയായിട്ടുള്ള വരുന്നൊരു പടം ഉണ്ടല്ലോ. എന്താ കൂടുതൽ ചെയ്യും കൊടുത്തേ കൊടിത്തലൈ കൊടുത്തേ ചക്രപൊടി തന്നെ വയ്ക്കുക. E.K. നായനാരുടെ വോയിസിലേക്ക് പഴയ നാട് മലയാളത്തിലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയും വളരെ ജനകീയനായിട്ടുള്ള E.K. നായനാർ. യുവജനങ്ങളെ സംബന്ധിച്ചു തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന യുവജന പ്രസ്ഥാനങ്ങളെ വേണ്ടവണ്ണം ഉയർത്തുകയാണ് മുഖ്യ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് മറ്റേ പാർട്ടിയാ, പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. കമലഹാസന്റെ ശബ്ദമൊക്കെ ഗംഭീരമായിരുന്നു. മണിച്ചേട്ടന്റെ സുഹൃത്തും ചാലക്കുടിക്കാരനും ആയതുകൊണ്ട് ഒരു നാടൻ പാട്ട് കേൾക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? തീർച്ചയായിട്ടും. എന്തായാലും പാടാം. എന്തായാലും ഈ ഫ്ലോറിൽ വന്ന് തരാൻ കഴിഞ്ഞ വളരെ സന്തോഷം. ഒരു ചാനലിൽ നിന്ന് കിട്ടുന്ന ഒരു ആദ്യത്തെ ഒരു അംഗീകാരം കൂടിയാണ് അവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നാടൻ പാട്ടിലേക്ക് ഇന്ന് കിടക്കുകയാണ്. ആടാട് പരന്താടാട് മനത്തച്ചം പരന്താടാട് ആടാട് പരന്താടാട് മനത്തച്ചം പരന്താടാട് മനം മുട്ടി പറക്കും പരുന്തേ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു നീ. മനം മുട്ടി പറക്കും പരുന്തേ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു നീ. ആടാട് പരന്താടാട് മനത്തച്ചം പരന്താടാട് ആടാട് പരന്താടാട് മനത്തച്ചം പരന്താടാട് മനം മുട്ടി പറക്കും പരുന്തേ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു നീ. മനം മുട്ടി പറക്കും പരുന്തേ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു നീ. കൊച്ചി കണ്ടു കാടപ്പുറം കണ്ട് കോട്ടപ്പുറത്തുള്ള ചന്ത കണ്ട്. കൊച്ചി കണ്ടു കാടപ്പുറം കണ്ട് കോട്ടപ്പുറത്തുള്ള ചന്ത കണ്ട്. ആടാട് പരന്താടാട് മാനത്തച്ചം പരുന്താടാട് ആടാട് പരന്താടാട് മാനത്തച്ചം പരുന്താടാട് ആടാട് പരന്താടാട് മനത്തച്ചം 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 പരുന്താടാട് ആടാട് പരുന്താടാട് മനത്തച്ചം പരുന്താടാട്.
താങ്ക് യു സോ മച്ച് ചേട്ടാ. അടിപൊളി പാട്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് രമേശ് ചേട്ടാ, ദിനേശ് ചേട്ടാ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഏറെ പ്രതിഭയുള്ള ഒരു കലാകാരൻ, എൻ്റെയൊക്കെ തുടക്കകാലത്ത് തന്നെ ഏറെ ആരാധനയോടെ നോക്കിക്കണ്ടിട്ടുള്ള ഒരു മികച്ച പ്രതിഭ. ഒരുപാട് വേദികളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികളെ പലതവണ ചിരിപ്പിച്ച അദ്ദേഹം തിരക്കുകൾക്കിടയിൽ നിന്നും ഫണ്ട്സ് അപ്പോൺ എ ടൈമിന് വേണ്ടി സമയം മാറ്റിവെച്ചെത്തിയതിലുള്ള ഈ പരിപാടിയുടെയും ചാനലിൻ്റെയും പേരുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയ ഒരു ഉപഹാരം. മിനി ചേച്ചിയും നവീനുമാണ് എന്ന് പെർഫോം ചെയ്തത്. ഇവരിൽ ആരാണ് ദി ബെസ്റ്റ് പെർഫോമർ നോക്കാം. ഇരുവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മിനി ചേച്ചിയും നവീനും രണ്ടുപേരാണ് ഇന്നത്തെ എപ്പിസോഡിൽ മത്സരിച്ചത്. ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കുന്നത് നവീൻ. അങ്ങനെ ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 മറ്റൊരു മനോഹരമായ എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. See you all next time. Until then, bye bye.